ദുഷ്യന്തവെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിരമിക്കുവാൻ കാരണമെന്ത്? ദുഷ്യന്തവെ വക്കാലത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട, ആ കേസ് ജയിച്ചതിന് തുല്യം എന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വിശ്വാസ്യതയുള്ള അറിയപ്പെടുന്ന അഭിഭാഷകരിൽ ഒരാളാണ് ദുഷ്യന്തവെ. ഏത് കോടതിയിലും നിർഭയം ഏതറ്റം വരെ പോകുന്ന ദവയ്ക്ക് അതുകൊണ്ട് തന്നെ കേസുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. യുവതലമുറയിലുള്ള അഭിഭാഷകർക്ക് എന്തുകൊണ്ടും മാതൃകയാക്കാവുന്ന ഒരാളാണ് ദുഷ്യന്തവെ. സുപ്രീം കോടതി, ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് തുടങ്ങിയ പല പദവികളും വഹിച്ചിട്ടുള്ള അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അത്യുന്നതയിൽ ശോഭിച്ചു നിൽക്കവേ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. താൻ അഭിഭാഷക വൃത്തിയിൽ നിന്നും വിരമിക്കുവാൻ പോവുകയാണ് എന്ന്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രഖ്യാപനം. ഇക്കഴിഞ്ഞ ജൂൺ 14 70 വയസ്സ് പൂർത്തിയായപ്പോൾ എടുത്ത തീരുമാനമാണിതെന്നാണ് ദവെ പറയുന്നത്. 1978 തുടങ്ങിയ അഭിഭാഷക ജീവിതം അരനൂറ്റാണ്ട് തികയ്ക്കുവാൻ ഇനി 2 കൊല്ലം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സുവർണ ജൂബിലി ആഘോഷിച്ചിട്ട് പോരെ വിരമിക്കലെന്ന് തൻ്റെ ഭാര്യയും മക്കളും സുഹൃത്തുക്കളും ചോദിച്ചതായി ദവെ പറയുന്നു. ഫലിയസ് നരിമാനും റാം ജെഠ്മലാനിയും 95 വയസ്സിൽ മരിക്കുന്നതുവരെ അഭിഭാഷക വൃത്തിയിൽ സജീവമായിരുന്നു. നാനി ഫൽക്കിവാല 62ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹവും അവസാന കാലം വരെ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. മലയാളിയും മുൻ അറ്റോർണി ജനറലുമായിരുന്ന കെ വേണുഗോപാൽ തൻ്റെ 93ാം വയസ്സിലും കേസുകൾ വാദിക്കുവാൻ കോടതിയിലെത്തുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദവെ വിരമിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നതിൽ അത്ഭുതമില്ല. പത്രപ്രവർത്തകൻ കരൺ താപ്പറിനോട് ദവെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ശിഷ്ടകാലം ഗുജറാത്തിലെ തന്റെ നാടിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണമെന്നുമാണ്. ജീവിത സായനത്തിൽ ഇത്തരം ചിന്തകൾ ഉടലെടുക്കുക സ്വാഭാവികമാണ്. ശിഷ്ടകാലം അങ്ങനെ മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുവാനേ നമുക്ക് നിർവാഹമുള്ളൂ. എങ്കിലും കരണവുമായുള്ള അഭിമുഖത്തിൽ ദവെ പങ്കുവച്ചത് ഇന്ത്യൻ ജുഡീഷ്യറി നേരിടുന്ന ചില ഗുരുതര പ്രതിസന്ധികളെക്കുറിച്ചാണ്. വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെടുത്തിട്ടും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നിയമ നടപടികൾ നേരിടേണ്ടി വന്നില്ല എന്നുള്ളത് നീതിന്യായ വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് ഇളക്കുന്നതെന്ന് ദവെ പറയുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ജുഡീഷ്യറിക്ക് മുകളിൽ വീഴ്ത്തുന്ന കരിനിഴൽ തൻ്റെ എക്കാലത്തെയും വേദനയാണെന്നും ദവെ പങ്കുവെക്കുന്നു. ജനാധിപത്യം പ്രസന്നവും പ്രകാശഭരിതവുമായി നിലനിൽക്കുമെന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്നത് ജുഡീഷ്യറിയാണ്. ഭരണകൂടത്തോടുള്ള ജുഡീഷ്യറിയുടെ ചെറുത്തുനിൽപ്പാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. എത്ര സുന്ദരവും സുരഭിലവുമായ ഭരണഘടനയാണെങ്കിലും ജുഡീഷ്യറിയുടെ ഇടപെടൽ ഇല്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കുവാൻ ഭരണകൂടത്തിന് ഏത് നിമിഷവും സാധിക്കും. സ്വതന്ത്രമായ ജുഡീഷ്യറിയും നിയമവാഴ്ചയുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് നിരീക്ഷിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. 48 വർഷങ്ങൾ നീളുന്ന ദവയുടെ ഔദ്യോഗിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒന്നു മാത്രമാണ്. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അരവിന്ദ് ദവയുടെ മകന് അഭിഭാഷക വൃത്തി തുടങ്ങുമ്പോൾ താമസിക്കുവാൻ സ്വന്തമായി ഒരിടം പോലും ഉണ്ടായിരുന്നില്ല. സത്യസന്ധനായിരുന്ന അരവിന്ദ് ദവെ മകനോട് പറഞ്ഞത് ഇനി അങ്ങോട്ട് സഹായിക്കുവാൻ നിവൃത്തിയില്ലെന്നാണ്. കാരണം അപ്പോഴേക്കും അദ്ദേഹം പെൻഷൻ പറ്റിയിരുന്നു. 750 രൂപയായിരുന്നു അന്ന് ഹൈക്കോടതി ജഡ്ജിയുടെ പ്രതിമാസ പെൻഷൻ എന്ന് ദുഷ്യന്ത് ദവെ പറയുന്നുണ്ട്. അഹമ്മദാബാദിൽ തുടക്കത്തിൽ ദുഷ്യന്തിന് സീനിയർ അഭിഭാഷകൻ കൊടുത്തിരുന്നത് വെറും 250 രൂപയാണ്. തൻ്റെ പിതാവിൻ്റെ ചേംബറിൽ പ്യൂണായിരുന്ന ജിലു സിംഗിനൊപ്പമായിരുന്നു അക്കാലത്ത് ദുഷ്യന്തിൻ്റെ താമസം. കോവിഡ് കാലത്ത് ജിലു സിംഗ് മരിക്കുന്നതുവരെ ആ സൗഹൃദം നീണ്ടുനിന്നു. പണമില്ലാത്തത് കൊണ്ട് നീതി നിഷേധിക്കപ്പെടരുതെന്ന് ദവയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. 100 കണക്കിന് കേസുകളാണ് ദവെ ഫീസൊന്നും വാങ്ങാതെ വാദിച്ചിട്ടുള്ളത്. ദവയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കേസ് നുണപരിശോധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രാസമരുന്നുകൾ ഉപയോഗിച്ച് നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയവ നടത്തുന്നതിന് കുറ്റാരോപിതരുടെ സമ്മതം ആവശ്യമില്ലെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാദിച്ചപ്പോൾ അതിനെതിരെ ശക്തിയുക്തം എതിർവാദങ്ങൾ ഉന്നയിച്ചത് ദവയായിരുന്നു. കുറ്റം തെളിയിക്കപ്പെടും വരെ ഒരാൾ നിഷ്കളങ്കനാണെന്നും കുറ്റം തെളിയിക്കേണ്ടുന്ന ബാധ്യത വാദിഭാഗത്തിനാണെന്നുമുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആണിക്കല്ലാണ്. നിശബ്ദത പാലിക്കുവാനുള്ള അവകാശം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഈ അവകാശം സംരക്ഷിക്കുന്നതിനാണ് താൻ അന്ന് പൊരുതിയതെന്ന് ദവെ വ്യക്തമാക്കുന്നുണ്ട്. കുറ്റാരോപിതരുടെ സമ്മതമില്ലാതെ ഇത്തരം പരിശോധനകൾ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഈ കേസിൽ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിധിച്ചത്. ബുൾഡോസർ രാജിനെതിരെയുള്ള ദവയുടെ ഇടപെടൽ സവിശേഷ പരാമർശം അർഹിക്കുന്നുണ്ട്.
സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് രമണയുടെ ബെഞ്ചിന് മുമ്പാകെ ഒരു കേസിൽ ഹാജരാകുവാനായി എത്തിയപ്പോഴായിരുന്നു ഒരു അഭിഭാഷകൻ ഓടിയെത്തി യു.പിയിലെ ജഹാംഗീർപുരിയിൽ മുസ്ലിങ്ങളുടെ വീടുകളും കടകളും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുന്നതായി ദവെയോട് പറഞ്ഞത്. അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെങ്കിൽ നിയമവഴികളുണ്ട്. എന്നാൽ നിയമവാഴ്ച പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഭരണകൂടം സാധാരണ മനുഷ്യർക്കെതിരെ തിരിയുന്ന വാർത്ത കേട്ടപ്പോൾ ചീഫ് ജസ്റ്റിസിനോട് അടിയന്തരമായി ഇടപെടണമെന്ന് ദവെ ആവശ്യപ്പെട്ടു. നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്ന് ചീഫ് ജസ്റ്റിസ് രമണയോട് ദവെ പറഞ്ഞു. ഒരു എഫ്ഐആർ പോലും കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ദവെയുടെ വാക്കുകൾ കണക്കിലെടുത്ത് ചീഫ് ജസ്റ്റിസ് രമണ ബുൾഡോസർ രാജ് അടിയന്തരമായി തടഞ്ഞു. നീതിക്ക് വേണ്ടി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഈ ഇടപെടൽ ഓർത്തുകൊണ്ട് ജസ്റ്റിസ് രമണയുടെ യാത്രയയപ്പ് യോഗത്തിൽ പ്രസംഗിക്കവേ ദവെ കരഞ്ഞുപോയത് പോലും മറക്കാനാവില്ല. ദവെ പിന്നീടൊരിക്കൽ പരസ്യമായി വെങ്ങിപ്പൊട്ടിയത് കരൺ താപ്പറുമായുള്ള അഭിമുഖത്തിലാണ്. മതേതര ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയോർത്താണ് അന്ന് ദവെ കരഞ്ഞത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും മഹത്തായ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ മതേതരത്വമാണെന്ന് പറയുവാൻ ദവെക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടിയിരുന്നില്ല. ഭരണകൂടത്തിന് മുന്നിലും ജുഡീഷ്യറിക്ക് മുന്നിലും ഭയമേതുമില്ലാതെ സത്യം വിളിച്ചു പറയുമെന്നതാണ് ദവയെ വ്യത്യസ്തനാക്കുന്നത്. അയോധ്യ കേസിൽ BJPയെ നിശിതമായി വിമർശിക്കുവാൻ ദവയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന BJPയുടെ വാഗ്ദാനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ മതേതരത്തോടുള്ള വെല്ലുവിളിയാണെന്നും എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും മൗനം അവലംബിക്കുന്നതെന്നും ദവെ ചോദിച്ചു. ഒരു മജോറിറ്റേറിയൻ രാഷ്ട്രമാകുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരമക്കുറിപ്പാവുമെന്ന് എത്രമാത്രം കൃത്യതയോടും തെളിച്ചത്തോടുമാണ് ദവെ അന്ന് പറഞ്ഞു വെച്ചത്. ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ നിശിതമായി വിമർശിക്കുന്നതിനും ദവെയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല. ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ചന്ദ്രചൂഡ് ഒരു വർഷം തികച്ച വേളയിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ദവെ പറഞ്ഞത് ചന്ദ്രചൂഡ് വല്ലാതെ നിരാശപ്പെടുത്തി എന്നാണ്. നിയമപാണ്ഡിത്യത്തിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പകരക്കാരനില്ലെന്നാണ് ദവെ പറഞ്ഞത്. അത്രയും ആഴമാർന്ന അറിവ് അദ്ദേഹത്തിന് നിയമകാര്യങ്ങളിലുണ്ട്. ഉളിത്തല പോലെ മൂർച്ചയുള്ള മേധാശക്തി കൊണ്ടും ജസ്റ്റിസ് ചന്ദ്രചൂഡ് അനുഗ്രഹീതനാണ്. ലോകത്തെ പ്രശസ്തമായ നിയമവിദ്യാലയങ്ങൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പ്രഭാഷണങ്ങൾക്കായി കാതോർത്തിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ, ഗ്യാൻവാപ്പി മസ്ജിദ് കേസിൽ എന്നിങ്ങനെ അധികാരവുമായി മുഖാമുഖം വന്നപ്പോൾ, ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതകളുമായി നേർക്കുനേർ വന്നപ്പോൾ പിൻവാങ്ങലും അനുരഞ്ജനവും ഉണ്ടായി. ധാർമ്മികതയ്ക്ക് പകരം നിൽക്കുവാൻ ഒരു ബുദ്ധിശക്തിക്കുമാവില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ദ്രോണരും കൃപരും ഭീഷ്മരും ബുദ്ധിശക്തിയിൽ ആർക്കും പിന്നിലായിരുന്നില്ല. പക്ഷേ ധർമ്മയുദ്ധത്തിൽ ഏതു ഭാഗത്താണ് നിലയുറപ്പിച്ചത് എന്ന ചോദ്യമാണ് കാലം അവർക്കായി ബാക്കി വയ്ക്കുന്നത്. ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് ഒരു വർഷം കൂടി ബാക്കിയുണ്ടെന്നിരിക്കെയാണ് അദ്ദേഹത്തിന് മുന്നിൽ പല കേസുകളിലും ഹാജരാകാനുണ്ടായിരുന്നിട്ടും ഈ വിമർശനം ഉന്നയിച്ചതിന് അപ്പുറത്ത് മറ്റൊരു സാക്ഷ്യപത്രവും ദവയുടെ സ്വഭാവദാഢ്യത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിവാദങ്ങൾ പിന്തുടർന്ന ജസ്റ്റിസ് അരുൺ മിശ്ര വിരമിച്ചപ്പോൾ സുപ്രീം കോടതി നൽകിയ യാത്രയപ്പിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായിരുന്നിട്ടും സംസാരിക്കുവാൻ ദവയ്ക്ക് ഒരവസരം കിട്ടിയില്ല. പറയുവാനുള്ളത് ഏത് സന്ദർഭത്തിലും ആരുടെയും മുഖത്ത് നോക്കി പറയും എന്നതുകൊണ്ടാണ് ദവയ്ക്ക് അന്ന് അവസരം നിഷേധിക്കപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് അന്നത്തെ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡേക്ക് ദവെ കത്തെഴുതുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു ചടങ്ങിലും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ താനിനി പങ്കെടുക്കുന്നതായിരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അന്ന് ആ കത്ത് ദവെ അവസാനിപ്പിച്ചത്. ജുഡീഷ്യറിക്കും ഭരണകൂടത്തിനും കാലിടറുമ്പോൾ നീതിക്കായി പൊരുതുവാനുള്ള ഉത്തരവാദിത്തം അഭിഭാഷക സമൂഹത്തിനുണ്ടെന്ന അടിയുറച്ച വിശ്വാസമാണ് ദവയുടെ മുന്നിലുള്ള വിളക്കുമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളികൾ ഗാന്ധി, നെഹ്റു, പട്ടേൽ എന്നിവരെല്ലാം അഭിഭാഷകരായിരുന്നുവെന്ന് ഒരഭിമുഖത്തിൽ ദവെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന സംസാര സ്വാതന്ത്ര്യം ദവെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അധികാര ഉന്മത്തതയിൽ ഭരണകൂടങ്ങൾ വിമർശകരെ വേട്ടയാടിയപ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്നതിൽ ദവയ്ക്കൊപ്പം എത്തുവാൻ പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് പോലും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് പരമാർത്ഥം. വ്യക്തികൾക്ക് പകരം ആദർശങ്ങളെ ആരാധിക്കുമ്പോഴാണ് മനുഷ്യർ മഹത്വമാർജിക്കുന്നത് എന്നൊരു നിരീക്ഷണമുണ്ട്. ദവയുടെ സ്ഥാനം ഈ നിരയിലാണ്. വ്യക്തികളല്ല, നീതിയും നിയമവാഴ്ചയുമാണ് ദവയുടെ ആരാധനാമൂർത്തികൾ. ജനാധിപത്യത്തിന്റെ അൾത്താരയിലാണ് ദവയുടെ പ്രാർത്ഥനകൾ. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഭരണകൂടത്തിന് മുന്നിൽ പ്രണമിക്കുന്ന കാഴ്ചക്കിടയിലാണ് ദവെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്നത്. പക്ഷേ ഇനിയും എഴുത്തിലും പ്രസംഗത്തിലും മറ്റ് ജീവിത വ്യവഹാരങ്ങളിലും ഭരണകൂടത്തിനും ജുഡീഷ്യറിക്കും മുന്നിൽ തിരുത്തൽ ശക്തിയായി ദവെ നിലകൊള്ളുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ. ദവയ്ക്ക്
എല്ലാ ആശംസകളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.